എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദന്തശുദ്ധി, എണ്ണതേപ്പ്, ശൗചം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾക്ക് എണ്ണ എന്തിന് തേക്കണം എന്നുള്ളതിനെക്കുറിച്ചും ശേഷമുള്ള വിഷയങ്ങളെക്കുറിച്ചും പറയാം. ശരീരത്തിൽ പരിസരത്തു നിന്നും കാറ്റുവഴിയായുമൊക്കെ പൊടി പിടിക്കാൻ സാധ്യതയുണ്ട്. തന്മൂലം ശരീരത്തിൽ മാലിന്യം ഉണ്ടാകുന്നു. ആ മാലിന്യം രോമകൂപങ്ങളെ അടച്ച് ശുദ്ധവായു അകത്തു കടക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നു. കൂടാതെ ശരീരത്തിലെ വിയർപ്പ് വെളിയിലോട്ടു പോകാൻ സാധിക്കാതെ വരുന്നു. രോഗാണുക്കൾ രോമകൂപങ്ങളെ അടയ്ക്കുന്നു. എണ്ണ പുരട്ടി കുളിക്കുന്നത് മൂലം ശരീരത്തിലെ പുറമേയുള്ള മാലിന്യങ്ങൾ ഇല്ലാതെയാകുന്നു. രോഗാണുക്കൾ നശിക്കുന്നു. ത്വക്ക് ശുദ്ധമാകുന്നതോടെ ശരീരത്തിൽ നിന്നും വിയർപ്പ് വഴിയുള്ള മാലിന്യങ്ങളും പുറന്തള്ളപ്പെടുന്നു. കൂടാതെ ചർമ്മം വരളുന്നത് തടയപ്പെടുന്നു. ചർമ്മത്തിന് മിനുസമുണ്ടാകുന്നു. എണ്ണ തേച്ച് കുളിക്കുന്ന അതുകൊണ്ട് ശരീരത്തിന് ആകെ ഒരു സുഖം തോന്നും. ഇതിനൊക്കെ ഉപരിയായി മറ്റൊരു ഗുണം കൂടിയുള്ളത്, എള്ള് ഔഷധ ഗുണമുള്ളതാണ്. സാധാരണ എള്ളെണ്ണയാണ് തേയ്ക്കാൻ ഉപയോഗിക്കുന്നത്. എള്ളെണ്ണ ശരീരം മുഴുവൻ പുരട്ടുമ്പോൾ അതിലെ ഔഷധ ഗുണം ശരീരത്തിൽ വ്യാപിക്കും. അപ്പോൾ ത്വക്കിനെ ബാധിക്കുന്ന രോഗാണുക്കൾ വായു കിട്ടാതെ നശിച്ചു പോകുന്നു. അങ്ങനെ രോഗപ്രതിരോധം സാധിക്കുന്നു. ഇനി കുളി രാവിലെ തന്നെ വേണമോ? കുളി രാവിലെ തന്നെ വേണമെന്നും പഴമക്കാർ ശഠിച്ചിരുന്നു. എന്തെന്നാൽ പ്രാതസ്ഥാനം ബുദ്ധിവിശേഷം മഹൗഷധം എന്നാണ്. പ്രാതസ്നാനം ബുദ്ധിവിശേഷം മഹൗഷധം. രാവിലെയുള്ള കുളി ഒരൗഷധം കൂടിയാണ്. അത് ബുദ്ധിവികാസത്തെ ത്വരിതപ്പെടുത്തുന്നതിനെ സഹായിക്കുന്നു. ഓർമ്മശക്തി കൂട്ടുന്നു. വിവേചനാശക്തിയും ആലോചനാശക്തിയും വർദ്ധിക്കുന്നു. പിന്നെ എണ്ണ തേച്ച് മുങ്ങിക്കുളിച്ച് ഈറനൊടുത്തൊരു നിൽപ്പ്, നടപ്പ് എത്ര സുഖമാണെന്നോ അത് അനുഭവിച്ചു തന്നെ അറിയണം. ആ സമയത്തെ ഉന്മേഷം, ഉണർവ് ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. ദാ നോക്കൂ, പ്രാതസ്നാനത്തിനു പിന്നിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ പൂർവികരായ സജ്ജനങ്ങൾ കണ്ടിരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ? തീനിപ്പാതിക്കുളി എന്നാണ് പൂർവികർ പറഞ്ഞിരുന്നത്. ഭക്ഷണം മാത്രം കഴിച്ചതുകൊണ്ട് ശരിയായ ആരോഗ്യമാവില്ല. കുളി മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. എണ്ണതേപ്പും കുളിയും ശരീരത്തിന് ഭക്ഷണം പോലെ തന്നെ ആവശ്യമാണ്. ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതും ഒരു പരിധിവരെ രോഗത്തെ തടയാൻ കുളി ഉപകരിക്കുന്നു. വർഷകാലത്തും മഞ്ഞുകാലത്തും പ്രാതസ്നാനം തന്നെയാണ് നല്ലത്. ചൂടുവെള്ളം രക്തധമനികളെ വികസിപ്പിച്ച് ചൂട് പുറത്തു കളയുന്നതിനാൽ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതല്ല. അതിനാൽ പഴമക്കാർ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിച്ചിരുന്നു. രോഗികൾക്കും കുഞ്ഞുങ്ങൾക്കും വൃദ്ധർക്കും ആവശ്യമെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളി വിധിച്ചിരുന്നിട്ടുണ്ട്. ഇനി നഗ്നപാതനായി ഭൂമിയിലൂടെ നടക്കുന്നതിനെ കുറിച്ച് അല്പം പറയാം. ഒരു ദിവസം കുറേ നേരമെങ്കിലും നഗ്നപാദത്തോടെ നടക്കണം. പഴയ കാലത്ത് എല്ലാവരും നഗ്നപാതരായി തന്നെ നടന്നിരുന്നു. രാവിലെ എഴുന്നേറ്റാലുടൻ
നഗ്നപാദത്തോടെ ഭൂമിയിൽ ചവിട്ടി സ്വല്പം നേരമെങ്കിലും നടക്കണം. എന്തെന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള കാന്തിക വലയത്തിന്റെ ശരിയായ പ്രവർത്തനം, ശരിയായ വിധത്തിലുള്ള രക്തചംക്രമണം, ഇതിനെല്ലാം ഭൂമിയുമായി പാദസ്പർശം ഉണ്ടാവണം. തന്മൂലം ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ആരോഗ്യകരമായ ജീവിതത്തിന് നഗ്നപാദരായി നടക്കുന്നത് സഹായകരമാണ്. കൂട്ടുകാരെ, ഇത്രയുമാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ പറയുവാനുള്ളത്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നൽകുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമന്റുകളായും രേഖപ്പെടുത്തുക. ഏവർക്കും നന്ദി, നമസ്കാരം.